I accept this blood oath. Our cause is sealed. ഇറാന്റെ കരുത്തുറ്റ സുരക്ഷാ മേധാവി അലി ലാരിജാനിയുടെ വധത്തിനു പിന്നാലെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി എടുത്ത രക്തപ്രതിജ്ഞ ലോകരാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. ചോരുന്ന ഓരോ തുള്ളി രക്തത്തിനും വിലയുണ്ട് എന്ന് മുജ്തബ പ്രഖ്യാപിക്കുമ്പോൾ അത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും നേരെയുള്ള ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനമായി മാറുക കൂടിയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ യുദ്ധത്തിൽ ആരുടെ പക്ഷത്താണ് ശരി? ആരുടെ വാശിയാണ് ലോകത്തെ നാശത്തിലേക്ക് നയിക്കുന്നത്? നാം ഗൗരവകരമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യുദ്ധത്തിന്റെ 19ാം ദിവസം തന്റെ പിതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിനു ശേഷം ഇറാന്റെ രാഷ്ട്രീയ സൈനിക തലപ്പത്ത് വലിയ സ്വാധീനം ചെലുത്തിയിരുന്ന അലി ലാരിജാനിയെയും ശത്രുക്കൾ വകവരുത്തിയിരിക്കുന്നു. ലാരിജാനിയുടെ ശവസംസ്കാര ചടങ്ങിനിടെ പുറത്തിറക്കിയ രേഖാമൂലമുള്ള സന്ദേശത്തിലാണ് മുജ്തബ ഖമേനി പ്രതികാരത്തിന് ആഹ്വാനം ചെയ്തത്. കുറ്റവാളികളായ കൊലയാളികൾ ഇതിന് ഉടൻ വില നൽകേണ്ടി വരും എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുമ്പോൾ ഇറാൻ ഒരു വലിയ പ്രത്യാക്രമണത്തിന് കോപ്പുകൂട്ടുകയാണെന്ന് വ്യക്തമാണ്. പക്ഷേ ഈ നേതാവ് എവിടെയാണ്? US അവകാശപ്പെടുന്നത് പോലെ അദ്ദേഹം പരിക്കേറ്റ് വികൃതനായി ഒളിവിൽ കഴിയുകയാണോ? അതോ സുരക്ഷാ കാരണങ്ങളാൽ ക്യാമറയ്ക്ക് മുന്നിൽ വരാത്തതാണോ? ഈ ദുരൂഹതകൾ നിലനിൽക്കെ തന്നെ ഇറാന്റെ മണ്ണിൽ വീഴുന്ന ഓരോ തുള്ളി ചോരയ്ക്കും പകരം ചോദിക്കുമെന്ന വാശിയിലാണ് അവിടുത്തെ ഭരണകൂടം. ഈ സാഹചര്യത്തിൽ നാം ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിനെ തകർക്കാൻ അമേരിക്ക പടച്ചുവിട്ട നുണക്കഥകൾ നമ്മൾ മറന്നിട്ടില്ല. സദ്ദാം ഹുസൈന്റെ പക്കൽ രാസായുധങ്ങൾ ഉണ്ടെന്ന് ലോകത്തെ വിശ്വസിപ്പിച്ച് അമേരിക്ക അന്ന് ഇറാഖിനെ ആക്രമിച്ചു. സദ്ദാമിനെ തൂക്കിലേറ്റുകയും ആ രാജ്യത്തെ നാമാവശേഷമാക്കുകയും ചെയ്തു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം അമേരിക്ക തന്നെ സമ്മതിച്ചു അവിടെ അത്തരമൊരു ആയുധശേഖരം ഉണ്ടായിരുന്നില്ല എന്ന്. ഇന്ന് ഇറാന്റെ കാര്യത്തിലും സമാനമായ നീക്കങ്ങളാണോ ഇപ്പോൾ നടക്കുന്നത്? ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആരോപണങ്ങൾ എത്രത്തോളം സത്യസന്ധമാണ്? ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ നേതാക്കളെ യാതൊരു അന്താരാഷ്ട്ര നിയമങ്ങളും പാലിക്കാതെ വേട്ടയാടി കൊല്ലുന്നത് നീതീകരിക്കാനാവുമോ? ഒരു വശത്ത് ഇസ്രയേൽ വാദിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയായ തീവ്രവാദ കേന്ദ്രങ്ങളെയാണ് തങ്ങൾ തകർക്കുന്നത് എന്നാണ്. IDF-ന് ഏത് ഉന്നത ഉദ്യോഗസ്ഥനെയും വധിക്കാനുള്ള അനുവാദം നൽകിയതിലൂടെ ഇസ്രയേൽ തങ്ങളുടെ വാശി പ്രകടിപ്പിക്കുന്നു. മറുവശത്ത് സ്വന്തം മണ്ണിൽ വിദേശ ശക്തികൾ നടത്തുന്ന കടന്നുകയറ്റത്തെയും കൊലപാതകങ്ങളെയും പ്രതിരോധിക്കാൻ ഇറാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ രണ്ട് ശക്തികളുടെയും വാശിക്കിടയിൽ ചതഞ്ഞരയുന്നത് ലക്ഷക്കണക്കിന് നിരപരാധികളാണ്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും നീക്കങ്ങൾ പലപ്പോഴും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനം കൂടിയാണ്. തെളിവുകളുടെ അഭാവത്തിൽ പോലും ഒരു രാജ്യത്തെ ആക്രമിക്കുന്നതും അവിടുത്തെ നേതാക്കളെ വധിക്കുന്നതും ജനാധിപത്യപരമായ രീതിയല്ല. ഈ യുദ്ധത്തിൽ ആരുടെ പക്ഷമാണ് ശരിയെന്ന് ചോദിച്ചാൽ സമാധാനത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് ശരിയെന്ന് പറയേണ്ടി വരും. അധികാരം നിലനിർത്താനും മേഖലയിൽ മേധാവിത്വം ഉറപ്പിക്കാനും വേണ്ടി അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ഈ വേട്ടയാടൽ ലോകത്തെ മറ്റൊരു മഹാവിപത്തിലേക്കാണ് നയിക്കുക. മുജ്തബ ഖമേനിയുടെ രക്തപ്രതിജ്ഞ വെറുമൊരു വാക്കായിരിക്കില്ല. അത് ഇറാന്റെ ആത്മവീര്യത്തിന്റെ പ്രതീകം കൂടിയാണ്. ചതിയിലൂടെയും കുതന്ത്രങ്ങളിലൂടെയും ഒരു രാജ്യത്തെ കീഴടക്കാൻ ശ്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം എന്തുകൊണ്ടും ഭയാനകമായിരിക്കും. പശ്ചിമേഷ്യ ഇപ്പോൾ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. സദ്ദാം ഹുസൈന്റെ ഇറാഖിനെ തകർത്തതുപോലെ ഇറാനെയും അത്ര പെട്ടെന്നൊന്നും തകർക്കാമെന്ന് അമേരിക്ക കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. ഇറാൻ വെറും ഒരു രാജ്യമല്ല ഇന്ന്, മറിച്ച് വലിയൊരു സൈനിക ശക്തി കൂടിയാണ്. അലി ലാരിജാനിയുടെ വധം ഇറാന് നൽകിയ ആഘാതം വലുതാണെങ്കിലും അത് അവരെ കൂടുതൽ ഐക്യപ്പെടുത്താനാണ് സാധ്യത. മുജ്തബ ഖമേനി എന്ന നിഗൂഢ നേതാവിന്റെ സന്ദേശങ്ങൾ ഇറാന്റെ തെരുവുകളിൽ ഇപ്പോഴും അലയടിക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ ചോരപ്പുഴ ഇനിയും ഒഴുകുമെന്ന് ഉറപ്പാണ്. വാശിയും പ്രതികാരവും മാറ്റി നിർത്തി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ചകൾ നടത്തിയില്ലെങ്കിൽ മനുഷ്യരാശിക്ക് തന്നെ വലിയൊരു വില നൽകേണ്ടി വരും. ചതിക്ക് ശിക്ഷ തല എന്ന ഇറാന്റെ നിലപാടും വേട്ടയാടി കൊല്ലുക എന്ന ഇസ്രയേലിന്റെ വാശിയും ലോകത്തെ എവിടെ എത്തിക്കുമെന്ന് വരും ദിവസങ്ങൾ വ്യക്തമാക്കും.